ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ക്രിസ്തുമസ് ദിനം. രക്ഷകനായ ഈശോ ലോകത്തിലേക്ക് വന്നതിനെ നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണല്ലോ. രക്ഷകനായിട്ട് ദൈവം ലോകത്തിലേക്ക് വന്നു. പക്ഷേ ഈ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ രക്ഷ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? രക്ഷകനായ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിട്ടും ഈ ക്രിസ്തു വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് പറയപ്പെടുന്ന പലരുടെയും ജീവിതത്തിൽ ഈ ക്രിസ്തു നൽകുന്ന രക്ഷ അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ ഒരു അക്രൈസ്തവനെ വെച്ച് നോക്കുമ്പോൾ ഈ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ വലിയ രക്ഷയൊന്നും കാണാനില്ല പലപ്പോഴും. എന്താ അതിന് കാരണം? ദൈവത്തിൻ്റെ വചനം ഒരിക്കലും തെറ്റാവത്തില്ല, അത് നിർവീര്യമായി പോവുകയില്ല, ഫലമില്ലാണ്ട് പോവില്ല. ദൈവവചനത്തിന് ഫലമുണ്ട്, അത് യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമായിട്ട് തന്നെ ഭവിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ദൈവം രക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ടും ആ രക്ഷ അനുഭവിക്കാൻ സ്വീകരിക്കാൻ പറ്റാത്തത്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് അളന്നു തൂക്കിയാണ് വിശ്വസിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് വലിയ കാര്യത്തിട്ട് പ്രാർത്ഥന എളുപ്പമുണ്ടാവില്ല. പ്രാർത്ഥനയിൽ പയ്യെ ക്ഷീണമാണ്, വിഷമമാണ്, സമയമില്ല, ബുദ്ധിമുട്ടാണ്. ഇനി വലിയ പ്രശ്നമുണ്ട്, ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ട് രക്ഷയില്ല, അങ്ങനെയുള്ള സമയത്തോ അപ്പോഴും പ്രാർത്ഥനയില്ല, അപ്പോഴും ദൈവാശ്രയത്വമില്ല, ഇനി രക്ഷയില്ല, തീർന്നു, നമ്മൾ വിധിച്ചു. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയാണ് ആധാരം. നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഭംഗിയായിട്ടാണ് പോണേ. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല, ദൈവത്തിന് വലിയ വിലയുമില്ല. ഇനി എല്ലാം തീർന്നു, ഇനി ഒരു രീതിയിൽ രക്ഷയില്ല, നമ്മളങ്ങ് വിശ്വസിച്ചു, നമ്മുടെ ബുദ്ധി കൊണ്ട് അളന്നു, എല്ലാ സാധ്യതകളും പരിശോധിച്ചു, അപ്പോൾ ഒരു രക്ഷയില്ല, അപ്പോഴും പിന്നെ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, തീർന്നു. ഇനി എപ്പോഴാണ് കഠിനമായിട്ട് പ്രാർത്ഥിക്കുന്നത്? പലപ്പോഴും പലരും, അതായത് നമ്മുടെ ബുദ്ധിയിൽ നമുക്കൊരു പ്രശ്നമുണ്ട്, ഇപ്പോൾ രോഗമാണ്, അല്ലെങ്കിൽ കടബാധ്യതയാണ്, അല്ലെങ്കിൽ ഇതേ കൊച്ചിന് മക്കൾക്ക് ഇതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ആ പ്രശ്നമോടെ നിൽക്കുവാണ്. ആ പ്രശ്നം ഉള്ളപ്പോൾ നമ്മൾ ചിന്തിച്ചു എന്താ പോംവഴി, 100 രീതിയിൽ ചിന്തിച്ചപ്പോൾ നമ്മുടെ മുമ്പിൽ ഇതേ ഒരു വഴിയുണ്ട്. ഇപ്പോൾ കടബാധ്യതയാണ്, ഇന്നയാൾ കടം തരുവാണെങ്കിൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഇന്ന സ്ഥലം വിറ്റ് പൈസ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഇന്ന ബിസിനസ്, ഇന്ന കാര്യം അത് സക്സസ് ആവുകയാണെങ്കിൽ രക്ഷപ്പെടും. ഇങ്ങനെ എല്ലാ കാര്യത്തിലും, രോഗത്തിൻ്റെ കാര്യമായിക്കോട്ടെ, മറ്റേത് കാര്യമായിക്കോട്ടെ. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വഴിയുണ്ട്, നമ്മുടെ ബുദ്ധിയിൽ ഒരു മാർഗമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ? മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക. എന്തിനാ പ്രാർത്ഥിക്കുന്ന? കർത്താവ് ഇന്ന കാര്യം ശരിയാക്കി തന്നെ. അപ്പോഴും യഥാർത്ഥത്തിൽ ആരല്ല നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ ബുദ്ധി തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ യഥാർത്ഥത്തിൽ എന്താ ദൈവവിശ്വാസം എന്ന് പറയുന്നത്? യഥാർത്ഥ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധി ഇല്ലാത്തതിൽ വിശ്വസിക്കുന്നതാണ്. നമുക്ക് ബുദ്ധി കൊണ്ട് അളന്ന് തൂക്കി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, പിന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ബുദ്ധി കൊണ്ട് അളന്ന് തൂക്കി എടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ദൈവത്തൊന്നും വെളിപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പം ദൈവം യേശുവിടെ എന്തെങ്കിലുമൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവം വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള ദൈവത്തിന് ഇടപെടൽ കാണാൻ പറ്റും. പഴയ നിയമത്തിൽ ദൈവം എപ്പോഴാണ് ഇടപെട്ടത്? അസാധ്യമാണ് എന്ന് ജനം വിധിച്ച് നിരാശപ്പെട്ട് തീർന്നു എന്ന് പറഞ്ഞിടത്താണ് ദൈവം ഇടപെട്ടത്. അങ്ങനെയുള്ള സന്ദർഭം ദൈവം കൊണ്ടു നിർത്തി. ഇസ്രായേൽക്കാരെ ഇതാ ചങ്കടല മുമ്പിൽ കൊണ്ട് നിർത്തിയേക്കുക, ഒരു വഴിയില്ല, വഴി ഉണ്ടാവില്ല. ഇപ്പോൾ ബുദ്ധി പറയുവാണ് ഒരു വഴിയില്ല. ഇനി അവിടെയാണ് ദൈവം വഴി പറഞ്ഞത്. മരുഭൂമിയിൽ ഒരു രീതിയിൽ വെള്ളം കിട്ടാൻ ഒരു സാധ്യതയില്ല, നശിക്കാൻ പോവുക, മരിക്കാൻ പോവുക, ഇനി രക്ഷപ്പെടില്ല, വഴിയില്ല. ഏതിലൊരു വഴി ഉണ്ടെങ്കിൽ അവർ ഇന്ന കാര്യം ശരിയാക്കി തന്നെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അതല്ല, മറിച്ച് ഒരു വഴി ഇല്ലാത്തപ്പോൾ ദൈവം പാറ പിളർത്തി വെള്ളം കൊടുത്തു. ഇങ്ങനെ പഴയ നിയമത്തിലും ഇതേപോലെ തന്നെ പുതിയ നിയമത്തിലും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ അളന്ന് തൂക്കി നമ്മൾ തന്നെ ഒരു പ്ലാൻ ഇട്ടിട്ട് ഒരു വഴി കണ്ടെത്തിയിട്ട് ഇത് പൂർത്തിയാക്കി തന്നെ എന്നുള്ള പ്രാർത്ഥനയല്ല ദൈവം ആഗ്രഹിക്കുക. മറിച്ച് ദൈവം കർത്താവിൽ തന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ, ആശ്രയിക്കാൻ. കർത്താവ് അനുഗ്രഹിച്ചാൽ എവിടെയും വഴിയുണ്ട്. ഇനി എല്ലാം ഭംഗിയായിട്ട് പോകുമ്പോഴും കർത്താവ് അനുഗ്രഹിച്ചില്ലെങ്കിൽ കാര്യമില്ല. ഈ ഒരു ദൈവ ആശ്രയത്വത്തിലേക്കാണ് ദൈവം വിളിക്കുക. അങ്ങനെ ആശ്രയിക്കുമ്പോഴാണ് ദൈവം നമുക്കിത് രക്ഷയൊരുക്കുക. അങ്ങനെയുള്ളൊരു ദൈവാശ്രയത്വത്തിൻ്റെ ഒരു കാര്യം സൂചിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം യേശയ്യാപ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. വചനം പറയാണ്, വരണ്ട ഭൂമി ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും.
അപ്പോൾ ദൈവം പറയാണ്, വരണ്ട ഭൂമിയിൽ ഉണങ്ങിയ നിലത്ത് ഞാൻ അരുവി ഒഴുക്കും. അസാധ്യമായിട്ടിടത്ത് അസാധ്യമായ കാര്യത്തിൽ ദൈവം ഇടപെടും. ദൈവം ഇടപെട്ട അത്ഭുതങ്ങൾ സംഭവിക്കും. അതാണ് ദൈവം പറയണത്. എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളുള്ള വിശ്വാസമാണ്. ദൈവവിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിന് മുമ്പിൽ കാണുന്നത് വിശ്വസിക്കാണ്ട് അതിനപ്പുറത്തുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ്. ഈ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ താനെ ദൈവം നൽകുന്ന രക്ഷ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.